ക്രൂശിതനായ ഈശോയെ നിന്റെ മണവാളനായി സ്വീകരിച്ചുകൊള്ളുക. ഇതാണ് വാഴപ്പള്ളി സ്കൂൾ. സഭാവസ്ത്രം സ്വീകരിച്ചതിൻ്റെ 3-ാം ദിവസം പഠനം തുടരുന്നതിനായി അൽഫോൻസയും സിസ്റ്റർ ഗബ്രിയേലും ചങ്ങനാശ്ശേരി ക്ലാരമഠത്തിൽ താമസിച്ചുകൊണ്ട് വാഴപ്പള്ളി സ്കൂളിൽ നടന്നുപോയി പഠിക്കുകയാണ് ചെയ്തത്. ഇത് വാകക്കാട് FCC കോൺവെന്റ്. ഈ കോൺവെന്റിൽ താമസിച്ചുകൊണ്ടാണ് അൽഫോൻസാമ്മ വാകക്കാട് സ്കൂളിൽ പഠിപ്പിക്കാൻ പോയിരുന്നത്. ഈ മുറി ഇന്ന് പൂജ്യമായി സൂക്ഷിക്കപ്പെടുന്നു. ഇതാണ് വാകക്കാട് പ്രൈമറി സ്കൂൾ. ഈ സ്കൂളിൽ താൽക്കാലിക അധ്യാപികയായി 1 കൊല്ലത്തേക്ക് നിയമിക്കപ്പെട്ടു. വാകക്കാട് സെന്റ് പോൾസ് LP സ്കൂളിൽ 1932-33 അൽഫോൻസാമ്മ പഠിപ്പിച്ച 3 വികൃതി കുട്ടികളാണ് ഇപ്പോൾ നമ്മുടെ മുൻപിലിരിക്കുന്നത്. അൽഫോൻസാമ്മ ടീച്ചറിനെ നിങ്ങൾക്കൊക്കെ വലിയ ഇഷ്ടമായിരുന്നോ? ഇഷ്ടമായിരുന്നു. ഒന്നും നോക്കിയാൽ നിലത്ത് നോക്കിയാലാണ് അത്ര സുന്ദരിയാണ്. നല്ല റോസപ്പൂ ഇതാ ആ കവിളിൽ അരച്ചു തേച്ചതാണോ ഒട്ടിച്ചു വെച്ചതാണോ അതേ നിറമായിരുന്നു. നമസ്തേ, എല്ലാവരും ഇരിക്കെ. നമുക്കൊന്ന് പരിചയപ്പെടാം. എന്റെ പേര് സിസ്റ്റർ അൽഫോൻസ. ഭരണങ്ങാനം മഠത്തിൽ നിന്ന് കണക്ക് പഠിപ്പിക്കാനാ ഞാൻ വന്നത്. കണക്ക് നിങ്ങൾക്ക് ഇഷ്ടാണോ? ഇഷ്ടല്ലേ ആർക്കും? കുറച്ചിഷ്ടാണ്. കണക്ക് നമുക്ക് ഇഷ്ടാകുന്ന രീതിയിൽ പഠിക്കാനിട്ടാണ്. കണക്കിന്റെ അടിസ്ഥാന പാഠം പട്ടികയാണ്. നിങ്ങൾക്ക് 15 വരെയുള്ള പട്ടിക അറിയാമോ? കണ്ടോ? ആരും മിണ്ടുന്നില്ല. ഇപ്പം മനസ്സിലായി നിങ്ങൾക്ക് എന്തുകൊണ്ടാ കണക്ക് ഇഷ്ടമല്ലാത്തതെന്ന്. അടിസ്ഥാനമില്ല, സാരമില്ല. നിങ്ങളെ കണ്ടപ്പോ തന്നെ മനസ്സിലായി നിങ്ങൾ വളരെ കഴിവുള്ള കുട്ടികളാണെന്ന്. ഇപ്പോൾ നിങ്ങളുടെ ഉത്തരവാദിത്വം പഠിക്കുക എന്നതാണ്. അപ്പൊ കളിക്കണ്ടേ ടീച്ചർ? തീർച്ചയായും കളിക്കാൻ വേണം. എല്ലാ കാര്യത്തിനും ഒരു മിതത്വവും കൃത്യനിഷ്ഠയും വേണം. ടീച്ചറിന്റെ വീട് എവിടെയാ? കോട്ടയത്തിനടുത്ത് കുടമാളൂർ എന്ന ഗ്രാമത്തിലാണ് എന്റെ വീട്. വീട്ടിൽ ആരൊക്കെയുണ്ട്? അപ്പൻ, 2 ചേച്ചിമാർ, വല്യമ്മ, പേരപ്പൻ, ആങ്ങളമാര്, അങ്ങനെ ഒത്തിരി പേരുണ്ട്. ടീച്ചർ സുന്ദരിയാ. മനുഷ്യൻ നോക്കുന്നത് ബാഹ്യ സൗന്ദര്യമാണ്, എന്നാൽ ദൈവം നോക്കുന്നത് ഹൃദയമാണ്. ടീച്ചറിന്റെ അമ്മയില്ലേ? ഇല്ല, ചെറുപ്പത്തിലെ മരിച്ചുപോയി. ഞങ്ങൾ ചിലപ്പോൾ ക്ലാസ്സിൽ പാടാൻ പറയുമായിരുന്നു. ഒരു പാട്ട് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. അത്
അൽഫോൻസാമ്മയുടെ അമ്മ പാടിയിരുന്ന പാട്ടാണെന്ന് പറഞ്ഞു ഒരു പാട്ട് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ കണ്ണുകളൊക്കെ നിറഞ്ഞൊഴുകും. ഏത് പാട്ടാണ്? പരിത്രാണകനമി ഈശോ പോരുക, മമ മാനസപ്പൂവ അടിയിൽ പോരുക. മത്തായി ചേട്ടാ, അൽഫോൻസാമ്മ പഠിപ്പിച്ച കാലത്തെ സ്കൂളിലെ അനുഭവങ്ങളൊക്കെ ഞങ്ങളോടൊന്ന് ഷെയർ ചെയ്യാമോ? വാഴക്കാട് സ്കൂളിൽ 3ാം ക്ലാസ്സിൽ ഞങ്ങളുടെ ക്ലാസ് ടീച്ചറായിരുന്നു അൽഫോൻസാമ്മ. ഒരു ദിവസം ക്ലാസ് കട്ട് ചെയ്ത് ഉച്ച വിട്ടപ്പോൾ ഞങ്ങൾ 3 പേരും കൂടെ ആറ്റിൽ കുളിക്കാൻ പോയി. ഏതോ കുട്ടികൾ ചെന്ന് അൽഫോൻസാമ്മയോട് ഞങ്ങളിങ്ങനെ പോയ വിവരം പറഞ്ഞു. അൽഫോൻസാമ്മ ഒരു വടിയുമായിട്ട് ആറ്റുകടവിൽ വന്നു. ഇവന്മാർ 2 പേരും ഓടിപ്പോയി. എന്നെ പിടിച്ചു. പിടിച്ച് ചെറിയ 2 കൂട്ടും തന്ന് അൽഫോൻസാമ്മ ഞങ്ങൾ ചെയ്ത തെറ്റിനെ പറ്റി പറഞ്ഞ് ബോധ്യപ്പെടുത്തി. സിസ്റ്റർ അമ്മ കളിക്കണുണ്ടോ?